പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് vs ടോട്ടൻഹാം മത്സരം. കളി അവസാനിച്ചപ്പോൾ 3-0 യുണൈറ്റഡ് പരാജയപ്പെടുകയുണ്ടായി. ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് യുണൈറ്റഡിന് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങിയത്. കളിക്കളത്തിലെ 42 മിനിറ്റിലാണ് ബ്രൂണോ റെഡ് കാർഡ് കിട്ടിക്കൊണ്ട് പുറത്തായത്. കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ അക്സെപ്റ്റഡ് ഗോൾ എന്ന് പറയുന്നത് ടോട്ടൻഹാമിൻ്റെ കീഴിൽ നോക്കുകയാണെങ്കിൽ 4.97, യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 0.97 ആണ്. അത്രയ്ക്കും കുറഞ്ഞ ഒരു ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ മാത്രമേ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൂ. മോശമായിട്ടുള്ള ഒരു കളി തന്നെയാണ് ഹോം ഗ്രൗണ്ടിൽ യുണൈറ്റഡ് കാഴ്ചവെച്ചത്. അങ്ങനെ പരാജയപ്പെടുകയും ഇപ്പോൾ നിലവിൽ പ്രീമിയർ ലീഗ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ് യുണൈറ്റഡ്. 6 മത്സരങ്ങൾ കളിച്ചു, 7 പോയിന്റുകൾ മാത്രമാണ് യുണൈറ്റഡിനുള്ളത്. ഇനി 5 മുകളിലുള്ള സ്ഥാനം പിടിക്കണമെങ്കിൽ ഒരുപാട് വിജയങ്ങൾ യുണൈറ്റഡിന് വേണം. അതുപോലെ തന്നെ മികച്ച കളികൾ പുറത്തെടുക്കേണ്ടി വരും. യുണൈറ്റഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വിന്ന് അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ടിലും എവേ ഗ്രൗണ്ടിലും അവർക്കില്ല. ഹോം ഗ്രൗണ്ടിലെങ്കിലും ചില ക്ലബ്ബുകൾ ഹോം ഗ്രൗണ്ടിലെങ്കിലും മികച്ച രീതിയിലുള്ള കളി കാഴ്ചവെക്കും. എവേ ഗ്രൗണ്ടിൽ ചിലപ്പോൾ പരാജയമായിരിക്കും. യുണൈറ്റഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ ചിലപ്പോൾ വിജയിക്കും, എവേ ഗ്രൗണ്ടിലാണെങ്കിലും ചിലപ്പോൾ വിജയിക്കും. ഹോം ഗ്രൗണ്ടിൽ ചിലപ്പോൾ തോറ്റുപോകും, എവേ ഗ്രൗണ്ടിലും തോറ്റുപോകും. ഹോമിലും എവേയിലും ഒരു കൺസിസ്റ്റൻ്റ് വിന്നായിട്ടുള്ള ഒരു സംഭവം ഇല്ലാത്ത ഒരു ക്ലബ്ബായിട്ട് മാറുകയാണ് യുണൈറ്റഡ് എന്ന് പറയുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും യുണൈറ്റഡിന് പ്രീമിയർ ലീഗും അതുപോലെ തന്നെ UEFA ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള ഒരു സാധ്യതയും കാണണ്ട. അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു കളിയാണ് യുണൈറ്റഡ് ഇത്രയ്ക്കും കാലം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. തൻ്റെ ഹോം ഗ്രൗണ്ടിൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടും വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഇനി അങ്ങോട്ടും എവേയിലും ഹോമിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. മികച്ച രീതിയിലുള്ള കളി മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമാണ് യുണൈറ്റഡിന് ഇനി പ്രീമിയർ ലീഗിൽ വായാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 5 മുകളിലുള്ള സ്ഥാനം പിടിക്കാൻ പറ്റുന്നത്. യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ടീമാണ്. ആ ടീമിന് 5 മുകളിലുള്ള സ്ഥാനം തീർച്ചയായിട്ടും പ്രീമിയർ ലീഗിൽ പിടിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ 2-3 വർഷമായി യുണൈറ്റഡ് വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ടീമിൽ അടിപൊളി മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമാണ്. എനിവേ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.